സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ പ്രവർത്തിക്കണം എന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കളമശ്ശേരിയിൽ സ്വിഗ്ഗി ജീവനക്കാരൻ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ച സംഭവത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. അഭിനന്ദാണ് ആ വാർത്തയുടെ നിർമ്മിച്ചത്. അഭിനന്ദൻ, ഞാൻ നേരത്തെ പറയുകയായിരുന്നു, ഇത്തരത്തിൽ എത്ര ഇടപെടലുകൾ, ഇത്തരത്തിൽ എത്രയെത്ര കേസുകൾ, എത്രയെത്ര കണ്ടെത്തലുകൾ, റിപ്പോർട്ടുകൾ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ വീണ്ടും സ്വകാര്യ ബസ്സുകൾ അവരുടെ മരണപ്പാച്ചിൽ റോഡിൽ തുടരുന്നു. അവിടെ റോഡിൽ നിരന്തരം ചോര ഒഴുകുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അഭിനന്ദൻ, കാശ്മീർ കഴിഞ്ഞ ദിവസമാണ് മത്സരോട്ടത്തിനിടെ സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന് സ്വിഗ്ഗി ജീവനക്കാരനായ അബ്ദുൽ സലീമിന് ജീവൻ നഷ്ടമായതിന് പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തര ഇടപെടലുമായി മനുഷ്യാവകാശ കമ്മീഷൻ എത്തിയിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം തടഞ്ഞേ തീരുമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായിട്ടുള്ള ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് 9-ലധികം ജീവനുകളാണ് നിരത്തിൽ പൊലിയുന്ന സാഹചര്യമുണ്ടായത്. ഈ വിഷയത്തിൽ അടിയന്തരമായി എല്ലാ അധികാരികളും സംയുക്തമായും ജാഗ്രതയോടുകൂടിയും കാര്യക്ഷമയോടുകൂടിയും ഇടപെടണമെന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കൊച്ചിയിലെ കളമശ്ശേരി സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളം ജില്ലാ പോലീസ് മേധാവി ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ അടക്കം നിയോഗിച്ച് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഹാഷ്മി. ഓക്കെ, അഭിനന്ദന വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഈ ഇടപെടലെങ്കിലും ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കാം. കാര്യം നിരത്തുകളിൽ നിരപരാധികളുടെ ജീവൻ അത്തരത്തിൽ ബസ്സുകൾക്കടിയിൽപ്പെട്ട് ചതഞ്ഞെറിഞ്ഞില്ലാതായി പോകുമെന്ന് പറഞ്ഞ സങ്കടമാണല്ലോ. ഉണ്ടാവാതിരിക്കട്ടെ ഇനി.